I'm Arya Gobi. I'm a second year MSc Botany student from Carmel College, Mala. ഇവിടെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ പുതിയൊരു പ്രൊഡക്റ്റ് ആണ്. ദാറ്റ് ഇസ് എ ബനാന പീൽ ജാം. പീലീഷ്യസ് എന്നാണ് എൻ്റെ ബ്രാൻഡ് നെയിം കൊടുത്തിരിക്കുന്നത്. ആൻഡ് ബ്രാൻഡ് ലോഗോയിൽ തന്നെ ബനാനാസ് ആണുള്ളത്, ബനാന ഹാർട്ട്. ഇവിടെ ബനാന പീൽ എന്ന് പറയുന്നത് നമ്മൾ കോമൺലി ഒരു വേസ്റ്റ് പ്രൊഡക്റ്റ് ആയിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ വളരെ കുറച്ച് പേരാണ് അതിനൊരു ബയോകമ്പോസ്റ്റ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷെ ആ ബനാന നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബനാനയുടെ ഒപ്പം തന്നെ അതേ ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവമാണ് ബനാന പീൽ. നമ്മൾ കൊടുത്തു മേടിക്കുന്ന വിലയുടെ ഒരു 60% ഈ ബനാന പീലിന്റെ വെയിറ്റ് ആണ്. പിന്നെ എന്തിനു നമ്മളിത് വേസ്റ്റ് ആക്കി കളയണം? ഇതിനൊരു പ്രൊഡക്റ്റ് ആക്കി മാറ്റാം. ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ വെച്ചിട്ട് ഈസി ആയിട്ടൊരു പ്രൊഡക്റ്റ്, പക്ഷെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് സാറ ബയോടെക്കിന്റെ പ്രൊഡക്റ്റ് സ്കൂളുമായിട്ട് കണക്ട് ചെയ്ത് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ കേട്ട് ഇങ്ങനെ ഒരു ഐഡിയയിലേക്ക് ഞാൻ എത്തുന്നത്. സാറ ബയോടെക് നമ്മളുമായിട്ട് കാർമൽ കോളേജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഒത്തിരി ഓൺലൈൻ ക്ലാസ്സുകളും ഓറിയന്റേഷൻസ് ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുതിയ പുതിയ കാര്യങ്ങളിൽ നമ്മൾ ചിന്തിക്കാൻ തന്നെ തുടങ്ങിയത്. ആ ചിന്തയിൽ നിന്ന് ഇന്ന് ബനാന പീലിൽ നിന്ന് ഒരു ബനാന പീൽ ജാം എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് എൻ്റെ കയ്യിലിപ്പിരിക്കുന്നത്. ഒരു ഐഡിയേഷൻ എന്ന് പറയുന്ന സ്റ്റെപ്പിൽ നിന്ന് നമുക്ക് കിട്ടിയ മോട്ടിവേഷൻ കൊണ്ട് ഒരു പ്രോട്ടോടൈപ്പിലെത്തി ഇന്ന് അതൊരു പ്രൊഡക്റ്റ് ആയിട്ട് മാറിയിരിക്കുകയാണ്. ജാം എന്ന് പറയുന്ന ഒരു ഐറ്റം നമ്മൾ മലയാളീസ് അധികം കൺസേൺഡ് അല്ല അതിനെക്കുറിച്ച്. കാരണം നമുക്ക് എന്തെങ്കിലും ബനാന പീല എന്തായിക്കോട്ടെ നമ്മൾ ഒരു സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് ജാം. പക്ഷെ അത് ഏത് കളർ ആയിക്കോട്ടെ, ഏത് ഫ്രൂട്ടിന്റെ ആയിക്കോട്ടെ, നമുക്കത് ജാം മാത്രമാണ്. കൂടുതലായിട്ടും കുട്ടികളിലോ ഫോറിനേഴ്സിലൊക്കെയാണ് ജാമിനെ കുറിച്ചിട്ട് കൂടുതൽ അവർ ബോധേഡായി കണ്ടിട്ടുള്ളത്. ഇത് തികച്ചും ഷുഗർ ഫ്രീ ആയിട്ടുള്ള ആഡഡ് കളേഴ്സോ പ്രിസർവേറ്റീവ്സോ ഒന്നും ഇല്ലാത്ത ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു ജാമാണ്. ഇതിൽ ബനാന പീലിന്റെ തന്നെ നാച്ചുറൽ കളർ ആണുള്ളത്. അതൊരു ചോക്ലേറ്റിനോട് സിമിലർ ആയിട്ടുള്ള ഒരു കളർ ആയതുകൊണ്ട് നമുക്ക് ന്യൂട്രലിനൊക്കെ വേണമെങ്കിൽ ഒന്ന് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മറ്റേ ഡേറ്റ്സിനെ പോലുള്ള ഒരു ടേസ്റ്റും കൂടി കിട്ടുന്നുണ്ട്. ജാമായിട്ട് യൂസ് ചെയ്യാതെ ഒരു സ്പ്രെഡ് ആയിട്ടല്ലാതെ ഫുഡൊക്കെ കഴിഞ്ഞ് കുറച്ച് മധുരമൊക്കെ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു സ്പൂൺ നമുക്ക് കഴിക്കാം, അങ്ങനെയും ഉപയോഗിക്കാം. അപ്പോൾ ഇതാണ് എൻ്റെ പ്രൊഡക്റ്റ്, പീലീഷ്യസ് എന്ന പേരുള്ള ബനാന പീൽ ജാം. സാറ ബയോടെക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തതുകൊണ്ടും ക്ലാസ്സുകളും അതുപോലെ തന്നെ കഴിഞ്ഞ ഓഫ്ലൈൻ സെഷൻസ് ഒക്കെ നടന്നതുകൊണ്ടും അസൈൻമെന്റുകൾ തന്നപ്പോഴാണ് നമ്മൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഐഡിയയിൽ നിന്ന് ചിന്തിക്കാനായിട്ട് തുടങ്ങിയത്. അസൈൻമെന്റിന് റിപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ സെർച്ച് ചെയ്യാനും അവിടെ നിന്ന് അയച്ചു തന്ന റിസർച്ച് പേപ്പേഴ്സ് വായിക്കാനൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ഒരു ഐഡിയേഷനിൽ നിന്ന് പ്രൊഡക്റ്റിലേക്ക് എത്തിയത്. സോ താങ്ക്സ് ടു ടീം സാറ ബയോടെക്. ഈ ബനാന പീൽ ജാം എന്ന് കേൾക്കുമ്പോൾ തന്നെ അധികം പേർക്ക് ഇഷ്ടം ഉണ്ടാവാൻ സാധ്യതയില്ല. പക്ഷേ ഒരു ജാം ആയതുകൊണ്ട് തന്നെ നമുക്ക് ആർക്കും യൂസ് ചെയ്യാം. ഡയബറ്റിക്സ് ഉള്ളവർക്കും ഷുഗർ ഫ്രീ ആയതുകൊണ്ട് യൂസ് ചെയ്യാം. കൂടുതലായിട്ടും കുട്ടികളെ തന്നെയാണ് സ്പെസിഫൈ ചെയ്യുന്നത് ടാർഗറ്റ് ഓഡിയൻസ് ആയിട്ട്. പിന്നെ കേരളത്തിൽ അത്ര ഫേമസ് അത്ര ഇതായിട്ടല്ല നമ്മൾ ജാം യൂസ് ചെയ്യണേ. ഫോറിനേഴ്സ് ഇതൊരു നല്ലൊരു ഇന്നോവേറ്റീവ് ഐഡിയ ആയിട്ട് കുറച്ചും കൂടി ഡെവലപ്ഡ് ആയിട്ട് കൊണ്ടുവരണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഇതിലിപ്പോൾ നാച്ചുറൽ പ്രിസർവേഷൻ തന്നെയാണ്. ബനാന പീലിൽ ഓൾറെഡി ആന്റി ഓക്സിഡന്റ് ആന്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് ഇതിനെ എവിടെ വരെ എത്തിക്കാനാണ് പറ്റുക എന്നുള്ളത് ട്രൈ ചെയ്യണം എന്നുണ്ട്. സോ എല്ലാവർക്കും യൂസ് ചെയ്യാം ഈക്വലി. ഇത് നമുക്കൊരു വരുമാന മാർഗം പോലെ എന്നെ കൊണ്ടാകുന്ന രീതിയിൽ കുറച്ച് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് ആഡ് ചെയ്ത് ഇപ്പൊ ഒരു സിമ്പിൾ ഞാൻ തന്നെ ഡിസൈൻ ചെയ്തൊരു ലോഗോയും ബ്രാൻഡ് നെയിം ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കുറച്ചും കൂടിയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിനു വേണ്ടി ടൈം സ്പെൻഡ് ചെയ്ത് നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു ഏർണിങ്സ് ഉണ്ടാക്കുന്ന രീതിയിൽ എത്തിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ദാറ്റ്സ് ഓൾ.